ലോക്സഭയിൽ ഇന്ന് കണ്ടത് നാടകീയ രംഗങ്ങൾ. നരവനെയുടെ പുസ്തകത്തിലെ കുറിപ്പ് ലോക്സഭയിൽ കത്തിപ്പടർന്ന ദിനം. രാഹുലിന്റെ ചോദ്യങ്ങളെ ഭരണപക്ഷം തടഞ്ഞതോടെ ലോക്സഭയിൽ ബഹളമായി. മുൻ കരസേനാ മേധാവി ജനറൽ നരവനെയുടെ പുറത്തിറങ്ങാത്ത പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ശ്രമിച്ചതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്. രാഹുലിന്റെ ചോദ്യങ്ങളെ ഭരണപക്ഷം തടഞ്ഞതോടെ ലോക്സഭയിൽ ബഹളമായി. പ്രകാശിതമാകാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് രാജ്നാഥ് സിംഗും അമിത്ഷായും ചൂണ്ടിക്കാട്ടി. എന്നാൽ കാരവാൻ മാഗസിനിൽ വന്ന റിപ്പോർട്ട് പറഞ്ഞായിരുന്നു രാഹുലിന്റെ തിരിച്ചടി. പലതവണ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫാക്കിയും റൂളിംഗ് നടത്തിയും ഇതിനിടെ സ്പീക്കറും കളം നിറഞ്ഞു. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയം പറയാതെ പിന്മാറില്ലെന്ന് രാഹുൽ കടുത്ത നിലപാടെടുത്തതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാഹുൽ ഗാന്ധി വസ്തുതകളെ തെറ്റായി ചിത്രീകരിച്ചുവെന്ന് മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തെയും സംസ്കാരത്തെയും BJP MP തേജസ്വി സൂര്യ ചോദ്യം ചെയ്തതോടെയാണ് സഭ പ്രക്ഷുബ്ധമായത്. ഇതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേറ്റതോടെ സഭയിൽ വാക്പോര് രൂക്ഷമായി. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് കുമാർ മുകുന്ദ് നരവനെ എഴുതിയ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ശ്രമിച്ചതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്. പ്രകാശിതമാകാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇടപെട്ടു. എന്നാൽ താൻ ഒരു മാഗസീനിൽ വന്ന റിപ്പോർട്ടാണ് വായിക്കുന്നതെന്ന് രാഹുൽ ആവർത്തിച്ചുവെങ്കിലും സ്പീക്കർ അതിന് അനുമതി നൽകിയില്ല. എങ്കിലും രാഹുൽ ഗാന്ധി പ്രസംഗം തുടരാൻ ശ്രമിച്ചു. नरवणे जी ने कहा है कि उनका मेमोआर है, उसे सरकार पब्लिश नहीं होने दे रही है, इसमें सब लिखा है. और मैं सिर्फ इसमें से 5 लाइन पढ़ना चाहता हूं जिसमें नरवणे जी ने राजनाथ सिंह के बारे में और मोदी जी के बारे में बोला है. പുസ്തകമിറക്കാൻ നരവനെ സർക്കാർ അനുവദിച്ചില്ല എന്ന് രാഹുൽ സഭയിൽ ആരോപിച്ചു. ഇതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തി. ഇതോടെ രാഹുൽ ഗാന്ധിയും രാജ്നാഥ് സിംഗും അമിത്ഷായും തമ്മിലുള്ള നേർക്കുനേർ പോരിനു കൂടിയാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. नरवणे जी ने नहीं कहा, इतना बोल दे, रिकॉर्ड पर बोले कि नरवणे ने नहीं कहा है. रक्षा मंत्री जी इतना ही कह रहे हैं कि नरवणे जी की पुस्तक को आप रिफर कर रहे हो तो वो प्रकाशित हुई या नहीं हुई, वो स्पष्टता करें. नरवणे की रिपोर्ट नहीं है, नरवणे का पुस्तक नहीं है, इतना स्पष्टता करें. ആധികാരികമില്ലാത്തവ സഭയിൽ വായിക്കരുതെന്നും സഭാചട്ടം പാലിക്കണമെന്നും സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. എന്നാൽ താൻ കയ്യിലുള്ള മാഗസിനാണ് വായിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതിനിടെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്പീക്കറുടെ നടപടിയെ ചോദ്യം ചെയ്തു. ചർച്ചയുടെ നിയമങ്ങൾ ഇതാണെങ്കിൽ നാളെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും സമാനമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ പലതവണ തടസ്സപ്പെട്ടു. അതേസമയം രാഹുൽ ഗാന്ധി വസ്തുതകളെ തെറ്റായി ചിത്രീകരിച്ചുവെന്ന് മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.